അപ്പോൾ മക്കളെ, സുകുമാരക്കുറുപ്പാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ആദ്യം ഇന്നലെ ഫസ്റ്റ് വന്ന ന്യൂസിൻ്റെ ഒരു പോസ്റ്റർ ഞാനിവിടെ വയ്ക്കാം. സുകുമാരക്കുറുപ്പ് മരിച്ചു. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരിക്കാമെന്ന് നിഗമനം. അന്വേഷണം അവസാനിപ്പിക്കുന്നു. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ഈ ഒരു ന്യൂസാണ് ഞാൻ ഇന്നലെ ആദ്യം കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കുറച്ച് ഡൗട്ടുകളുണ്ട്. ഒരാൾ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രൂഫ് വേണം. ഏതോ കാലഘട്ടത്തിൽ അയാൾ ഹൃദ്രോഗം മൂത്ത് അയാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് ഒരു നഴ്സ് അയാളെ കണ്ടു. ആ കണ്ടതിനെ തുടർന്ന് ചിലപ്പോൾ അയാൾ ഹൃദ്രോഗം മൂത്ത് മരിച്ചിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി. ഈ കേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നില്ല. ഒരു കാര്യം ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു കേസ്, കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു 5 കേസ് എടുത്താൽ ഫസ്റ്റ് 1-2 കേസ് ഇത് ഈ സാധനം കാണും ഇല്ലേ? പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ്. എല്ലാ ജനറേഷനും പാസ് ചെയ്ത് വന്നൊരു പേരാണ് ഈ സുകുമാരക്കുറുപ്പ്. ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു തരത്തിൽ വെറും നിഗമനം വെച്ച് വിത്തൗട്ട് എനി എവിഡൻസ് ഇത് എങ്ങനെ ക്ലോസ് ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചു. കറക്റ്റ് സെയിം ഈ പറഞ്ഞ 27-ാം തീയതി ഈ ന്യൂസ് ഫസ്റ്റ് രാവിലെ ബ്രേക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കേസ് ഇതാ നടക്കുന്നു, 24 ന്യൂസിൽ വരുന്നു. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി എന്ന് പറഞ്ഞിട്ട് സുകുമാരക്കുറുപ്പേട്ടൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് 24 ന്യൂസ് പരിപാടിയാണ് തുടങ്ങി. പിന്നെ ഈ ഇരിക്കുന്ന നേരം വരെ ത്രില്ലർ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ സുകുമാരക്കുറുപ്പേട്ടൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് 24 പുറത്ത് വിട്ട ഫോട്ടോ. ആൻഡ് ഇപ്പം കേൾക്കുന്നത് ഈ വ്യക്തി സുകുമാരക്കുറുപ്പ് അല്ല എന്നും ഈ വ്യക്തിയുടെ പേര് വേറെ ഒരു തൃശ്ശൂർക്കാരനായിട്ടുള്ള ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി ഈ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ കുറേ ട്രോളുകളും സാധനത്തിലൂടെയൊക്കെ ഇപ്പോൾ നമ്മുടെ സുകുമാരക്കുറുപ്പേട്ടൻ കളിക്കുന്നുണ്ട്. പലരും വീഡിയോ ഇട്ടിട്ട് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സുഖമാണല്ലോ, സുകുമാരക്കുറുപ്പൻ്റെ മാമയാണ്, എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇനി കമ്മിങ് ടു ദ ഡീറ്റെയിൽസ്. സുകുമാരക്കുറുപ്പിൻ്റെ കേസ് എന്താണെന്നുള്ളതൊന്നും ഞാനിവിടെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സുകുമാരക്കുറുപ്പ് ആരാണെന്നും അയാളെ കേസ് എന്താണെന്നുള്ളത്. ഇനി ഈ 24 ന്യൂസ് ബ്രേക്ക് ചെയ്ത ഈ ഒരു വിഷയം, ബ്രൂണയിൽ ഈ സുകുമാരക്കുറുപ്പ് ജോൺ മേനോൻ, പേര് നോട്ട് ചെയ്തോ, ജോൺ മേനോൻ എന്ന പേരിലാണ് അയാൾ ബ്രൂണയിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് വിത്ത് ഫോട്ടോ ഒരു ബ്രേക്ക് ചെയ്തത്. 2023 എടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോട്ടോ അവർ വെച്ചത്. ഓക്കെ, ഈ ഫോട്ടോ കുറേയൊക്കെ എയിലൊക്കെ ഇട്ടിട്ട് ഇത് സുകുമാരക്കുറുപ്പിൻ്റെ പഴയ ഫോട്ടോ ആയിട്ട് മാച്ച് ചെയ്യിക്കാൻ നോക്കിയ സമയത്തും നോ മാച്ച് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോട്ടെ, അതാ വഴിക്ക് വിട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 24 ന്യൂസ് ബ്രേക്ക് ചെയ്ത ആ ന്യൂസിന് മുമ്പ് എങ്ങനെയാണ് ഈ പോലീസുകാർ ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള കൺക്ലൂഷനിൽ എത്തിയത് എന്നുള്ളത് ആദ്യം ഞാൻ പ്ലേ ചെയ്യാം. 44 വർഷം മുമ്പ് കേരള പോലീസ് തുറന്നതാണ് സുകുമാരക്കുറുപ്പ് എന്ന കേസ് ഡയറി. കുറുപ്പിനെ കിട്ടാതെ, എവിടെയാണ് എന്ന് ഉത്തരം കിട്ടാതെ പോലീസിനെ വല്ലാതെ വലച്ച കേസ്. ആ കേസ് ഡയറി എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. 1982 ജനുവരി 22 പുലർച്ചെയാണ് സുകുമാരക്കുറുപ്പ് എന്ന പിടികിട്ടാപ്പുള്ളി കേരളത്തെ ഞെട്ടിക്കുന്നത്. സ്വന്തം പേരിലുള്ള ഇൻഷുറൻസ് തട്ടിയെടുക്കാനായി, താൻ മരിച്ചുവെന്ന് വരുത്താനായി നിരപരാധിയായ ചാക്കോയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കാറിലിട്ട് കത്തിച്ചു. കേസിലെ മറ്റ് 4 പ്രതികളും പിടിയിലായിട്ടും സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല. വർഷങ്ങളോളം ഒന്നും ചെയ്യാതിരുന്ന കേസ് ഫയൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏതാനും മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് വീണ്ടും എടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. കൊലയ്ക്ക് ശേഷം കുറുപ്പിനെ ഏറ്റവും അവസാനമായി കണ്ട ഏക മലയാളി, ജാർഖണ്ഡിൽ നേഴ്സായിരുന്ന ആലപ്പുഴക്കാരി രത്നമ്മയുടെ മൊഴി വീണ്ടും എടുത്തു. അതിൽ നിന്നാണ് കുറുപ്പ് ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന സൂചനയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇങ്ങനെ ICUവിൽ ഒരാൾ അഡ്മിറ്റ് ഉണ്ട്, അത് 18 ഭാഷയൊക്കെ അറിയാം, മലയാളി അറിയാം, ഭാര്യ നേഴ്സാ, അങ്ങനെ കഥകൾ പറഞ്ഞു. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി, കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ചെറിയനാടാ എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി അതിന് സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കും, അപ്പം പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി, വാർഡിൽ പോയി അയാളെ കണ്ട് സംസാരിച്ച്. രത്നമ്മ ജോലി ചെയ്ത ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് ICUവിലായിരുന്നു കുറുപ്പ്. ആ സമയം ഏകദേശം 40 വയസ്സുണ്ടായിരുന്ന കുറുപ്പ് അന്നേ ഹൃദ്രോഗിയായിരുന്നു. ഹൃദ്രോഗിയായ കുറുപ്പ് പിന്നീട് ഇതുവരെയുള്ള 40 വർഷം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ.
കുറുപ്പിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴും കുറുപ്പുമായി ഒരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിടികിട്ടാപ്പുള്ളി ജീവനോടെ ഇല്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. മറ്റു ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം 1 മാസത്തിനുള്ളിൽ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറും. അത് പരിശോധിച്ച് ഉന്നതതല യോഗം ചേർന്ന ശേഷമായിരിക്കും സുകുമാരക്കുറുപ്പ് എന്ന കേസ് ഫയൽ എന്നേക്കുമായി അവസാനിപ്പിക്കണോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇതായിരുന്നു ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്തിമ തീരുമാനം. അതായത് ഇവർ കേസ് ക്ലോസ് ചെയ്യാൻ 2017 മുതൽ ഈ തീരാത്ത കേസുകളുണ്ടല്ലോ, അന്വേഷിച്ചിട്ടും ലോങ് പ്രോസസ്സിൽ ഇപ്പോഴും കുരുങ്ങിക്കിടക്കുന്ന കേസുകളൊക്കെ പെട്ടെന്ന് അന്വേഷിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്ത് വിടുക എന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് റീഓപ്പൺ ചെയ്തതും ഇത് ഈ രീതിയിൽ സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ കൊണ്ടുപോയി ഇത് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു നേഴ്സിൻ്റെ മൊഴി, 40 വയസ്സിലാണ് ഇയാൾ ഹൃദ്രോഗം ബാധിച്ച് അവിടെ ഹോസ്പിറ്റലിൽ ഈ നേഴ്സ് കണ്ടതെന്ന് പറഞ്ഞാൽ, ഈ നേഴ്സ് അന്ന് നേഴ്സായിരുന്നോ നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനസ്സിലായോ? ഇതിന് മുമ്പും ഒരു മാസം മുമ്പ് ഈ നേഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങും വെച്ച് ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വീഡിയോ ചെയ്യാൻ ക്രെഡിബിലിറ്റി ഇല്ല ഇതിനകത്ത്. കണ്ടു എന്ന് പറയല്ലാതെ കണ്ടവരാരും തെളിവോടുകൂടി വരുന്നില്ല. ഫൈൻ. അപ്പോൾ ഈ നഴ്സ് വന്ന് കണ്ടു എന്ന് പറയുകയാണ്. അന്ന് 40 വയസ്സ് സുകുമാരക്കുറുപ്പിന്, ഇവർക്കിപ്പോൾ ഒരു 45 അത്ര വയസ്സുണ്ടാവും. ഇത് എത്ര വർഷം മുമ്പാണ് കണ്ടതെന്ന് നോക്കുമ്പോൾ ഏറെക്കുറെ ഇവർ അന്ന് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്നുള്ളതാണ് മനസ്സിലായത്. നഴ്സിംഗ് സ്റ്റുഡൻ്റായ ഇവർക്ക് ഈ കൊടൂര ഹൃദ്രോഗം ബാധിച്ച വ്യക്തി ഇനി സർവൈവ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നാട്ടിൽ എത്രയോ ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരില്ലേ, ക്രോണിക് സ്റ്റേജിലുള്ള ആൾക്കാർ വരെ 10-20 വർഷം സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് വിത്ത് എ പ്രോപ്പർ ഡയറ്റ് ആൻഡ് ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ ബോൺ ക്രിമിനൽ ഈ ചെങ്ങായിക്ക് അയാൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾ കാശും കാണും, അയാൾക്ക് അതിന് പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ ജീവിക്കൂലൂടെ, അയാൾ 40 കൊല്ലം എന്താ കുഴപ്പം അയാൾക്ക് ജീവിക്കുന്നതിന്? അയാൾ മറ്റേ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതോ സ്റ്റണ്ട് ഇട്ടതോ അങ്ങനെ വല്ല സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയാം ഒരു 10-15-20 കൊല്ലത്തിനുള്ളിൽ തീരും എന്നുള്ളത്. അങ്ങനത്തെ വല്ല സിറ്റുവേഷനും ആയിരുന്നോ സുകുമാരക്കുറുപ്പ്? അങ്ങനത്തെ വല്ല ഡീറ്റെയിലിംഗ് ഉണ്ടോ അവരുടെ കയ്യിൽ? അങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഇത് കേസ് ക്ലോസ് ചെയ്യും എന്നുള്ളത് ആക്ച്വലി എനിക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതൊരു എന്താണെങ്കിലും ഇനി വയ്യ, മതി, നിർത്താം, തൊപ്പിട്ട് കേരള പോലീസ് പരിപാടി നിർത്തണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോഴാണ് 24 ന്യൂസ് വന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ ബിഗ് എക്സ്പ്ലോഷൻ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. 2023 ചിത്രീകരിച്ച എടുത്ത സുകുമാരക്കുറുപ്പിന്റെ ചിത്രം. അവസാനിക്കാത്ത ഒരുപാട് കഥകൾ, തീരാത്ത അന്വേഷണം, ഒരിക്കലും അറിയാത്ത പേരും മുഖവും വീണ്ടും കേരളത്തിന് മുന്നിലേക്ക് എത്തുന്നു. അധ്യായം അടയ്ക്കാറായിട്ടില്ല. കേരള പോലീസ് സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അടയ്ക്കാറായിട്ടില്ല. സുകുമാരക്കുറുപ്പിന്റെ ഫയൽ അദ്ദേഹം ഹൃദ്രോഗബാധിതനായി മരിച്ചു പോയിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത രാവിലെയാണ് വന്നത്. ആ ഫയൽ അടയ്ക്കാറായിട്ടില്ല. 2023 ചിത്രം 24 പുറത്തുവിടുന്നു. സുകുമാരക്കുറുപ്പ് 2023 ഇപ്രകാരം ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനുശേഷം അയാൾ ഒളിത്താവളങ്ങൾ മാറിയിരിക്കുന്നു. ഒളിത്താവളത്തിന് തൊട്ടരികിൽ 24 വാർത്താ സംഘം ഒരു രാജ്യത്തുള്ള, രാജ്യം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, ഒരു രാജ്യത്തുള്ള അദ്ദേഹമല്ല അയാളുടെ ഒളിത്താവളത്തിന് തൊട്ട് മുന്നിൽ 24 വാർത്താ സംഘം ഇവിടെയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. അവസാനിക്കാത്ത കഥകൾ, ഈ പറയുന്ന പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് വീണ്ടും കേരള സമൂഹത്തിൽ ചർച്ചയാവുന്നതിനിടയിലാണ് 91 ആ പാസ്പോർട്ട് എക്സ്പയർ ആയി. അതിനുശേഷം പല കൃത്രിമത്തിലൂടെ ഓരോരോ രാജ്യങ്ങൾ മാറി സഞ്ചരിക്കുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. ഇന്റർപോളിന്റെ ലിസ്റ്റിലുള്ള ആളാണ്. ഇന്റർപോൾ ലിസ്റ്റിൽ സുകുമാരൻ ശിവരാമക്കുറുപ്പ് എന്നാണ് സുകുമാരക്കുറുപ്പിന്റെ വാർത്ത. ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണെന്ന് ഉറപ്പായും പറയാം. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന ഈ മണിക്കൂറിലെ അല്ല, ഈ ദിവസത്തെ അല്ല, ഈ ആഴ്ചയിലെ അല്ല, ഒരുപക്ഷെ പോയ വർഷത്തെ ഏറ്റവും വലിയ ബിഗ് എക്സ്പ്ലോസീവ് ബ്രേക്കിംഗ് പ്രേക്ഷകരെ അറിയിക്കുന്നു. അയാളുടെ ഭാര്യയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ സുഖവിവരങ്ങൾ, ഭാര്യയ്ക്ക് എന്തോ അസുഖമുണ്ടായപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടുത്ത് പോലും അയാളുടെ ഭാര്യയുടെ സുഖവിവരങ്ങൾ ഫോണിൽ കൂടെ മറ്റൊരു നമ്പറിൽ കൂടെ അന്വേഷിക്കുന്നു. 2023 ചിത്രം 24 പുറത്തുവിടുന്നു. ഓക്കെ, ഇതിൽ 24 ഇത്രയും എന്താ പറയുക, ബോംബ്ലാസ്റ്റിക് എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞ ഈ സാധനം പുറത്ത് വിട്ടപ്പോൾ ആക്ച്വലി ഐ വാസ് തിങ്കിങ് ഇവർ ഇത്രയും കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് തന്നെയാണോ ഇവർ ഈ ന്യൂസ് പുറത്ത് വിട്ടതെന്നുള്ള ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് എ ഫോട്ടോ ഉണ്ട്. ഈ വ്യക്തിയായിട്ട് കുറച്ചധികം കാലം പരിചയത്തിലുള്ള ഒരു വ്യക്തി, അയാളുടെ ഫൈൻഡിങ്സ് ആണ് 24 ന്യൂസിന് കൊടുത്തതും. 24 ന്യൂസിൻ്റെ ആൾക്കാർ ഇവിടുന്ന് ബ്രൂണെ വരെ പോയി അവിടെ ആഴ്ചകളോളം നിന്ന് ഈ എടുത്ത എവിഡൻസ് ഫുള്ള് വെരിഫൈ ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു DNA ടെസ്റ്റ്, ഒരു DNA മാച്ച്, അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ, ഇല്ലെങ്കിൽ ഭാര്യനെ വിളിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ്, അങ്ങനെ കുറേ അധികം കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസുകൾ ഇതിനകത്ത് വേണം. ഈ സുകുമാരക്കുറുപ്പിൻ്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ, അയാൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രൂപമാറ്റം വരുത്തി
ബോൺ ക്രിമിനലാണ്. അയാൾ ദുബായിൽ നിന്ന് ഈ ക്രൈം ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ അന്ത കാലഘട്ടത്തിൽ അത്രയും പ്ലാൻഡാണ് ആ ചങ്ങാതി. ഒന്ന് ആലോചിക്കും, ബോഡി ഡബിളിനെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിച്ച് അയാളെ തട്ടി ഇൻഷുറൻസ് പൈസ അടിച്ചു മാറ്റാൻ അന്ന് ആ ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ കാലങ്ങളിൽ എന്തൊക്കെ രീതിയിലുള്ള അയാളുടെ സർവൈവ്, ഇത് ജോർജ് കുട്ടിയൊന്നും ഒന്നുമല്ല, ആ രീതിയിലുള്ള ഐറ്റമാണ് ഈ ചങ്ങായി എന്നുള്ളതാണ് ഇയാളുടെ ക്രൈം റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനൊരു വ്യക്തി അയാളെ എന്ത് കൺക്ലൂസീവ് എവിഡൻസിൻ്റെ മുകളിലാണ് ഇവർ ഈ ബ്രേക്കിംഗ് ന്യൂസിൽ ഫോട്ടോ അടക്കം വിട്ട് ഇത് തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ 24 ന്യൂസിന് ഇതിനൊരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. കാരണം തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അവരെടുത്ത ടോപ്പിക്ക് ഈ പറഞ്ഞ ഈ സുകുമാരക്കുറുപ്പാണ്. എവിടുന്നൊന്നുമില്ലാതെ ലൈക്ക് 1.5-2 മാസം മുന്നേ ഈ നേഴ്സ് വന്ന് പറഞ്ഞതും ഇതൊക്കെ ഇങ്ങനെ എയറിൽ നിന്ന സമയത്തും അവരെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇത് അതും കഴിഞ്ഞ് ഈ എന്താ പറയുക, നിയർലി ഫ്രം നോവെയർ അവർ നേരെ വരുന്നു, തമ്മിൽ ടോപ്പിക്ക് എടുക്കുന്നു സുകുമാരക്കുറുപ്പ്. അന്ന് പക്ഷേ അത് അത്ര റെലവൻ്റ് ആയിട്ടോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ എനിക്ക് തോന്നിയില്ല. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ കേട്ട് പോണ ആളാണല്ലോ നമ്മൾ, എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്നു മേ ബി അന്ന് മുതൽ ഇതിൻ്റെ ട്രാക്ക് കിട്ടിയിട്ടുണ്ടാവും. അന്ന് മുതൽ ഈ സാധനങ്ങൾ ഇവർ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് തോന്നുന്നു. സോ 24 ഇത് ബ്രേക്ക് ചെയ്യുന്നു. ഇനി അവർ അടുത്ത ബ്രേക്ക് ചെയ്തത് ഇവരുടെ റിപ്പോർട്ടേഴ്സ് ഒരാൾ ചെന്നിട്ടുണ്ട്, അവിടുന്ന് ഇയാൾ താമസിക്കുന്ന സ്ഥലമടക്കം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ കൺക്ലൂസീവ് ആയിട്ട് എന്ത് എവിഡൻസ് ഉണ്ട്? അപ്പോഴാണ് 24 ഇയാളെ സ്ഥലമടക്കം പുറത്തു വിടുന്നത്, ഇയാളുടെ വീടടക്കം കാണിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് അയാളുടെ ഒളിത്താവളമാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഒളിത്താവളം ഈ രാജ്യം ഏത് എന്ന് നമ്മൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇയാൾ ഇപ്പോൾ താമസിക്കുന്ന 35 വർഷം അയാൾ താമസിക്കുന്ന സ്ഥലമാണിത്. 2 മതങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ 2 മതങ്ങളിൽപ്പെട്ട ആളുകളുടെ പേരുകൾ മിക്സ് ചെയ്ത ഒരു പേരിലാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ക്ലൂ ആയി പറയാം നമുക്ക്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തതിന് കാരണം ചില സുരക്ഷാ കാരണങ്ങൾ ഓഫ് കോഴ്സ് അതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതുപോലുള്ള വളരെ കൺക്ലൂസീവ് ആയിട്ടാണ് നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയത്, ഇയാൾ തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ചതെന്നുണ്ടെങ്കിൽ ഇന്റർപോളിനടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിനടക്കം നിങ്ങൾക്ക് ഈ ഡാറ്റാസ് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യായിരുന്നു. ഇതിന് സുകുമാരക്കുറുപ്പാണ് എന്ന് നിങ്ങൾ അപ്പം തന്നെ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ന്യൂസ് 24 ന്യൂസിൻ്റെ എല്ലാവരും കാണുപടി മനസ്സിലായോ? അപ്പോൾ ഈ ചെങ്ങാതി ഇത്രയും വലിയ ബോൺ ക്രിമിനൽ, ഇത്രയും കാലം ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരാൾ ന്യൂസ് ബ്രേക്ക് ചെയ്താൽ സ്പോട്ടിൽ മുങ്ങാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ പിന്നെ വീടിൻ്റെ ലൊക്കേഷൻ അടക്കം വിട്ട് കഴിഞ്ഞാൽ അയാളത് അവിടെ ഇരുന്ന് വേറെ ഫോണിൽ കണ്ടിട്ട് വിട്ട വഴി വണ്ടി ബ്രൂണോന്ന് നേരെ അങ്ങോട്ട് പോവാം, മലേഷ്യ പോവാം, സിംഗപ്പൂർ പറഞ്ഞാൽ അയാൾ ചാടും. ഓക്കെ, ഇത് അയാളെ രക്ഷപ്പെടാനുള്ളൊരു വഴിയായി കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത്. ബട്ട് സ്റ്റിൽ ബ്രേക്കിംഗ് ആണ്, TRP അങ്ങനത്തെ പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. സോ അവരിത് ബ്രേക്ക് ചെയ്തു, ബാക്കി ഇനി സിസ്റ്റം നടത്തിക്കോട്ടെ എന്നുള്ള മൂഡിലാണ് 24 പോയത്. ഇനി ഈ 24 ന്യൂസിൽ ആദ്യം ഒരു വ്യക്തിയെ ഇവർ കാണിക്കാതെ കാറിനകത്ത് വെച്ച് ഈ സുകുമാരക്കുറുപ്പിനെ ഫൈൻഡ് ചെയ്യാൻ 24 ന്യൂസിനെ ഹെൽപ്പ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞ കുറേ കാര്യങ്ങൾ ലേറ്റർ ഓൺ ഇന്ന് മോർണിംഗ് ഷോയിൽ SKൻ്റെ ഒപ്പം ആ വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നലെ ഈ വ്യക്തി മുഖമൊന്നും കാണിക്കാതെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഫോട്ടോ എടുത്ത ആൾ കൂടി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. എത്ര ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഒരു ഫോട്ടോ 2023 എടുത്തത് എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ശബ്ദം പ്രേക്ഷകർക്ക് കേൾക്കാം. ചേട്ടാ, ഇപ്പം എല്ലാ ചാനലിലും ഈ ഫോട്ടോ ആണ് കാണുന്നത് പ്രധാനമായും. അതെ, അത് കാണിക്കുന്ന വളരെ എളുപ്പത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് കുറഞ്ഞതും 1 മാസത്തിൽ കൂടുതൽ സമയമെടുത്തു. 1 മാസം കൂടുതൽ സമയമെടുത്തു. ഇത് എങ്ങനെ എടുത്തു? എന്റെ ഫാമിലിക്ക് കാണിക്കണം. അവന്റെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. ജോണെ അവരിങ്ങനെ പുറത്തു നിൽക്കണം, അവരിങ്ങനെ ആവശ്യപ്പെടുന്നത്. കാര്യം അങ്കിൾ എന്ന് വിളിച്ച് വളർന്ന കുട്ടികളാണ് എന്റെ മക്കള്. അതുകൊണ്ട് നീ എനിക്കൊരു സാഹചര്യം ഇതിനുണ്ടാക്കി തരണം. ചോദിച്ചപ്പോഴേ സമ്മതിച്ചോ? ഫോട്ടോ ഇല്ല, സമ്മതിച്ചില്ല. പിന്നെ അവന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നു. പിന്നെ എന്റെ തോന്നല് ഇവന്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ആ നിർത്തിയ സമയം കൊണ്ട് ഞാൻ അതിന്റെ ഒരു ഷോട്ട് എടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്, എല്ലാരും കാണുന്നത്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിയാ ഫോട്ടോ? വളരെ ബുദ്ധിമുട്ടി. ഇയാളുടെ കാര്യങ്ങൾ പറയാനൊക്കെ താല്പര്യമുള്ള ആളാണോ, അല്ലെ ഒളിച്ചു നടക്കുന്ന ആളാണോ? എന്താണ്? 100% ഒളിച്ചു നടക്കുന്നവനാണ്. 100% ഒളിച്ചു നടക്കുള്ളൂ. അവൻ ആരുടെയും രംഗത്ത് വരാറില്ല. പിന്നെ എങ്ങനെ അവൻ ബിസിനസ് ചെയ്യുന്നു അത് അവന് മാത്രമേ അറിയാവൂ.
ഏത് ആര് ബിസിനസ് വിളിക്കുമ്പോ അദ്ദേഹം എടുക്കുന്നില്ല, എടുക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തില്ല, ഒരു റിങ് അടിക്കാൻ അനുവദിക്കുക, അപ്പം കട്ട് ചെയ്യും. ബ്ലോക്ക് ചെയ്താവാൻ മതി. അങ്ങനെയാണെങ്കിലും ആകാം. 3 പതിറ്റാണ്ട് കാലമായിട്ട് ഈ വ്യക്തി സുകുമാരക്കുറുപ്പാണോ എന്ന് സംശയമുള്ള ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തും ഇവരാണ് ഈ എവിഡൻസ് 24 കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. ഈ വ്യക്തി ഹൈറ്റ് മെഷർ ചെയ്തു എന്ന് പറയുന്നു, ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നു, മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി തല താത്തി തൊപ്പിട്ട് നടന്നു പോകുമെന്ന് പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഇവർ വരുന്നു. ഈ 2 സുഹൃത്തുക്കൾ എൻ്റർ ആവുന്നു. അതിൽ തന്നെ ഈ വ്യക്തി ഒരു ഹോട്ടലിൽ, ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി സംശയിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അവിടെ ഉള്ളപ്പോൾ ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു പാസ്പോർട്ട് കണ്ടതിൽ സുകുമാരക്കുറുപ്പ് എന്നുള്ള പേര് കണ്ടപ്പോൾ മുതൽ തോന്നിയ സംശയമാണെന്ന് പറയുന്നു. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, ആളുകൾക്ക് മുഖം തരില്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിമിനൽ ട്രേറ്റ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയോടുള്ള സംശയത്തിൻ്റെ മുകളിൽ ഇവരുടെ അന്വേഷണം ചെന്നെത്തിയത് ഇത് സുകുമാരക്കുറുപ്പാണ് എന്നുള്ളതിലേക്കാണെന്നാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. 2 കാര്യങ്ങൾ ഇതിൽ വരാം. ഒന്ന്, ഇന്ന് പുറത്ത് വന്ന മാതിരി ഇത് സുകുമാരക്കുറുപ്പല്ല, തൃശ്ശൂരുകാരനായിട്ടുള്ള വേറൊരു വ്യക്തിയാണെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ ഒരു തരത്തിലുള്ള ഒളിച്ചുകളി നാട്ടിൽ കളിക്കാനുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. കുറച്ച് കഴിഞ്ഞിട്ട് അയാളുടെ ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് സംശയം കിട്ടും. ഇനി ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പ് ഈ തൃശ്ശൂർക്കാരൻ്റെ ഐഡൻറ്റിറ്റിയിൽ, കാരണം സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറൊരാളുടെ ഐഡൻറ്റിറ്റി, അതായത് ഈ ചാക്കോനെ തട്ടിയ സമയം മുതൽ അയാൾക്ക് 3 പാസ്പോർട്ടും വേറെ ഐഡൻറ്റിറ്റികളും ഉള്ള ഒരാളാണ്. അയാൾക്ക് വേറൊരാളുടെ ഐഡൻറ്റിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ 30-40 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇനഫ് ടൈം. ഓക്കെ, അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് 24 ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഇപ്പോൾ തൃശ്ശൂർക്കാരനാണ് എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർക്കാരനായിട്ടുള്ള വ്യക്തി കുടുംബക്കാർ പറയുന്നത് 30 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത്. സോ ദേർ ആർ ലോഡ് ഓഫ് ഡൗട്ട്സ്. മനസ്സിലായോ? പിന്നെ ഈ കാറിൻ്റെ അടുത്തുനിന്ന് എടുത്ത ഫോട്ടോ, ഈ മുഖം കാണിക്കാതെ സംസാരിച്ച വ്യക്തി കാറിൻ്റെ അടുത്തുനിന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ട് 24 പുറത്ത് വിട്ട ഫോട്ടോ, ആ ഫോട്ടോ കുടുംബക്കാരും കണ്ടിട്ടില്ല. കുടുംബക്കാരെ കയ്യിലുള്ളത് റീസെൻ്റ്ലി ഇയാൾക്ക് വയ്യാതായി എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഫോട്ടോ ആണുള്ളത്, വേറൊരു വീഡിയോ ആണുള്ളത്. അത് നമുക്ക് ലേറ്റർ ഓൺ ഞാൻ വെക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഞാൻ പ്ലേ ചെയ്യാം. പൊതുവെ ഇയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നേരിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന ആളാണോ? അല്ല, വരും. ഒരു കാരണവശാലും വരും. എന്താ ഇദ്ദേഹത്തിന്റെ രീതി? അവൻ നമ്മളെ പറ്റി തിരക്കി നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ യഥാർത്ഥ ബിസിനസ്സുകാരനാണെന്ന് തോന്നിയാൽ മാത്രമേ രംഗത്ത് വരുള്ളൂ. അതെ, ഇയാൾ എവിടെയാ താമസിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഇത്രയും കാലം ആയിട്ടും പറ്റിയില്ല. പെർമനന്റ് സ്ഥലമില്ല അവന്. അവൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മൊത്തത്തിലൊരു ഒരു ഒളിവ് സ്വഭാവമായിരുന്നു. അതെ, ഒളിവ് തന്നെ 100% അവന്റെ ശരീര ഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാവും അവർ ഒളിവാണ്. പക്ഷെ അവൻ എന്ത് കൊലപ്പുള്ളിയാണോ ഇല്ലെന്നൊന്നും നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രൂണയിലുള്ള ഈ സുകുമാരക്കുറുപ്പ് എന്ന് 24 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ വ്യക്തി ഞാൻ പറഞ്ഞൊരു ക്രിമിനൽ ട്രേറ്റ്സ് കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സംശയം തോന്നി ഇവർ പിന്നാലെ പോയത്. ഓക്കെ, മലേഷ്യയിൽ നിന്ന് വന്ന മലേഷ്യൻ ബേസ്ഡ് മലയാളി ഇവിടെ ബ്രൂണയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി എന്ന് പറയുന്നു. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇയാൾ എടുത്ത വർക്കുകളൊന്നും ഇവരാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് 24 ന്യൂസിന് ഈ വ്യക്തി കൊടുത്ത ബൈറ്റിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. വിസിബിളായിട്ട് അത്ര വലിയ വർക്കുകൾ ചെയ്തിട്ടില്ല, എന്നാൽ കയ്യിൽ കാശുണ്ട്. മലേഷ്യൻ ബേസ്ഡ് മലയാളി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത്ര ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് പറയണം. പക്ഷേ ഇയാൾ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ല പറയുന്നത്, മലയാളം എന്നാൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നു. അപ്പം അങ്ങനെ കുറേ എലമെൻ്റ് ഓഫ് ഡൗട്ടുകളിൽ നിന്നാണ് ഇവർ ഈ സാധനം എടുത്ത് പൊക്കിപ്പിടിച്ച് വന്നത്. ഓക്കെ, காடன்ல கேட்டா தெரியும். செங்கூரம் இருக்குல்ல, செங்கூரம் அது எங்க? நேரா போய் திரும்புற ஏரியா. அந்த அவரே ஒரு ஹோட்டல் இருக்கு, அங்க கேட்டா தெரியும். ஆனா இவரு ஹோட்டல் நம்ம வச்சிருக்காரு, இங்க பார்த்தேன், ஞாபகம் இருக்கானா? இங்க இருக்கு, அது எனக்கு தெரியும். அதனால இந்த ஏரியாவிலயா? இந்த ஏரியாவுல நீங்க பாத்துருக்கு. ஆனா இங்க சாப்பிட வந்த ஞாபகம் இருக்கு. சாப்பிடறதுக்கு வந்திருக்கு. அச்சா, வந்திருக்கு. தோசையை நம்ம சாப்பிட வந்திருக்கு. அச்சா, இன்னலே நேத்து காலை எப்படி இங்கேயும் வரல. ஒரு நாள் பார்த்தேன். ஒரு நாள் பார்த்தேன். வந்து 1 வருஷம் தான் ஆச்சுனா. ஒரு வருஷம் ஆச்சு. 1 வருஷம் தான் ஆச்சு. அப்ப ஒரு வாட்டி தான் பார்த்திருக்கேன். ஒரு வாட்டி பார்த்திருக்கு. அப்படி என்ன இருக்கு? இல்ல. ഇയാൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഹോട്ടലിലെ ഒരാളുടെ മൊഴിയാണ് ഇയാൾ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കാര്യം. ആഷ്മി പറഞ്ഞത് ഇത് മൊഴിയാണ്, ഈ ഹോട്ടലിൽ ഇയാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ
എങ്കയോ പാത്ത മാറി ഇരിക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ 24-ന്റെ ഇത് ജേർണലിസ്റ്റാണ് പറയുന്നത്, ഇല്ല എനിക്ക് കൺഫേം തെരിയും ഇയാൾ ഇங்கே ഇருக்கு നിങ്ങൾ പാത്തിട്ട് இருக்குது. അപ്പം അതൊരു കൺക്ലൂസീവായിട്ട് അയാൾ കണ്ടു ഇയാൾ തന്നെ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ചാൻസ് ഇല്ല. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഈ ചെങ്ങായി തമിഴനാ, ഹോട്ടലുകാരൻ തമിഴനാ. ഓക്കെ, ഈ ഹോട്ടലുകാരൻ തമിഴനാ എന്നുള്ള പോയിന്റ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നോട്ട് ചെയ്ത് വെച്ചോ. പറയാം. ബ്രൂണയിലെ മലയാളി വ്യവസായി 1991 കാലാവധി കഴിഞ്ഞ സുകുമാരക്കുറുപ്പിന്റെ ഒരു പാസ്പോർട്ട് താൻ നേരിൽ കണ്ടതോടെയാണ് തന്റെ സംശയം തുടങ്ങിയതെന്ന വ്യവസായിയായ പാരിജാതൻ 24-നോട് അല്പം മുമ്പ് പറഞ്ഞു. പിന്നീടുള്ള കാലങ്ങളിൽ താൻ നടത്തിയ പരിശോധനകളിൽ ദുരൂഹം നിറഞ്ഞ ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് താൻ ഉറപ്പിക്കുകയായിരുന്നുവെന്ന് പാരിജാതൻ പറയുന്നു. ഞാൻ ഇയാളുടെ ഓഫീസിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു റെസ്റ്റോറന്റിൽ കഴിക്കാൻ പോയപ്പോൾ ചുമ്മാതെങ്കിലും ഒന്ന് കയറാമുണ്ടോ ഒരു ഹലോ പറഞ്ഞിട്ട് ഹായ് പറഞ്ഞിട്ട് ഇറങ്ങാവുന്ന ഒരു കയറിയപ്പോഴാണ് അവിചാരിതമായിട്ട് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് അയാളുടെ ടേബിളിൽ കിടന്നു. അതില് സുകുമാര കുറുപ്പിന്റെ ഇത് കണ്ടു. ഞാൻ പെട്ടെന്ന് അതിന്റെ പ്ലേസ് ഓഫ് ബർത്ത് നോക്കി, ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് നോക്കി, എക്സ്പയറി 91 എക്സ്പയറി ആയിരിക്കുന്നു. 1946 മെയ് ആയിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടത്. എനിക്ക് സംശയം കൂടി. എന്റെ മനസ്സിൽ ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു, ഇയാള് ഞാൻ കണ്ട പാസ്പോർട്ടിലുള്ള ആള് തന്നെയാണ്. ഇയാൾ നടന്നു പോകുമ്പോ തല കുനിച്ച് ഒരു ക്യാപ്പ്, മിക്കവാറും ഒരു ക്യാപ്പ് വെച്ച് തല കുനിച്ച് നടക്കും. ഏതെങ്കിലും ഇന്ത്യക്കാരന്റെ ഫേസ് മുന്നിൽ കണ്ടാൽ അപ്പോഴേ തിരിഞ്ഞ് അയാൾ വഴിമാറി നടക്കും. ഒരു ഇന്ത്യക്കാരനുള്ള ഭാഗത്തോട്ട് ഇയാൾ പോകാറില്ല. എല്ലാ തെളിവുകളും ഇയാള് സുകുമാരക്കുറുപ്പാണ്, ഇയാൾ ഹൈഡ് ഔട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള പ്രൂഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് സുകുമാരക്കുറുപ്പാണ് ഈ വ്യക്തി എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തിട്ട്, എന്റെ മനസ്സിൽ ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പറയും. ഒന്നാമത്തെ വിഷയം എന്താ പറയുക, ഇയാൾ സംസാരിക്കും, പാരിജാതൻ എന്നാണ് ഇയാളെ പേരെന്നാണ് 24 ന്യൂസിലെ SKN പറയുന്നത്. വോട്ടെവർ, ഈ ചങ്ങായി സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് എവിടെയുണ്ട്. ഏത് വർഷത്തിലാണ് ഈ പാസ്പോർട്ട് കണ്ടത്? ഈ വ്യക്തിയുടെ ഓഫീസിലേക്ക് പോയപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ വെച്ച് കണ്ടു. ഒരു ഹോട്ടലിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ സ്വന്തം പാസ്പോർട്ട് തുറന്നു വെച്ച് സുകുമാരക്കുറുപ്പ് ഇരിക്കുമോ? എനിക്ക് അങ്ങനെ കുറേ ഡൗട്ടുകൾ തോന്നി ഇതിനകത്ത് സീരിയസ്ലി. പിന്നെ ഈ പാസ്പോർട്ടിനകത്ത് സുകുമാരക്കുറുപ്പ് എന്നുള്ള പേര് കണ്ട പാസ്പോർട്ട് ഏത് വർഷത്തെ പാസ്പോർട്ടാണ്, അത് എപ്പോൾ എക്സ്പയറി ഡേറ്റ്, മനസ്സിലായോ? കാരണം സുകുമാരക്കുറുപ്പിന് സ്വന്തം പാസ്പോർട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഐഡന്റിറ്റി മാറ്റിയ ഒരാൾ പിന്നെ എന്തിന് സ്വന്തം പാസ്പോർട്ട് കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുള്ളത്? ഈ ഓൾറെഡി സ്വാപ്ഡ്. ഓക്കെ, ഈ നാട്ടിൽ തന്നെ പലരും പറയുന്നു ഇയാൾ നാട്ടിൽ പല പ്രാവശ്യമായിട്ട് വന്നു പോയപ്പോൾ തന്നെ ഇയാൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് രൂപമാറ്റം വരുത്തിയാൽ വന്നു പോയെന്നുള്ളത് മിത്തായിരിക്കാം, എന്തെങ്കിലും രീതിയിലുള്ള കോൺസ്പിറസി ആയിരിക്കാം. ബട്ട് സ്റ്റിൽ അയാൾ ഓൾറെഡി ഐഡന്റിറ്റി മാറി പുറത്ത് വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ആ ഐഡന്റിറ്റി മാറ്റിയ പാസ്പോർട്ടിലല്ലേ ഇരിക്കുക. ഒറിജിനൽ പാസ്പോർട്ട് പിന്നെ അയാൾ കയ്യിൽ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് നാലാളെ, അത് മലയാളികളുണ്ട് എന്നറിയുന്നൊരു സിറ്റുവേഷനിൽ. അപ്പം അവിടെയാണ് ഏത് വർഷത്തിലാണ് എങ്ങനെയാണ് ഇയാൾ കണ്ടത്? അത് ഓഫീസിൽ നിന്നാണോ ഹോട്ടലിൽ നിന്നാണോ? അതിനൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് വേണം. ഇയാൾ ഈ മലേഷ്യയിൽ ജനിച്ച മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ആക്സെന്റ് ഇംഗ്ലീഷ് ആക്സെന്റ് വന്നിട്ട് ഒരു ഇന്ത്യക്കാരന്റെ ആക്സെന്റ് ആണല്ലോ. അപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ആക്സെന്റ് ആണല്ലോ. അപ്പോഴേ അയാൾ പറഞ്ഞു, ഐ ബോൺ ഇൻ ഇന്ത്യ, അതിനുശേഷം എന്റെ പേരൻസുമായിട്ട് ഞാൻ മലേഷ്യയിൽ വന്നു. ഞാൻ പറഞ്ഞു, ഒരു 10 വർഷം മലേഷ്യയിൽ ജീവിച്ചിരുന്നാലും ആക്സെന്റ് വ്യത്യാസം വരുമല്ലോ, നിങ്ങൾക്ക് അങ്ങനെയും വന്നിട്ടില്ലോ. അപ്പൊ പുള്ളി അതൊന്ന് ഒഴിഞ്ഞു മാറി, ആ ഏരിയ അങ്ങ് മാറിപ്പോകും. പിന്നെ രണ്ടാമത് ഇയാളുടെ മക്കളെ കുറിച്ചും വൈഫിനെ കുറിച്ചും ചോദിച്ചിട്ടുള്ള എല്ലാവരും മലേഷ്യയിലാണ്. 2 മക്കളുണ്ട്. ഒരാൾ ലോയ്ക്ക് പഠിക്കുന്നു, ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു, ഒരാൾ അവിടെ മലേഷ്യയിൽ പഠിക്കുന്നു പറഞ്ഞു. വൈഫ് ഹൗസ് വൈഫാണ്, വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇയാള് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് തെളിയിക്കാൻ എന്റെ മനസ്സിൽ സംശയം കൂടുതൽ വരാൻ വേണ്ടി ഇയാൾ ഒരു ദിവസം മലേഷ്യ പോകുന്നു പറഞ്ഞപ്പോൾ ഇയാളുടെ വണ്ടിയെ ഞാൻ ഫോളോ ചെയ്തു. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ തുങ്കുറോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ തുങ്കുറോങ്ങിലോട്ട് തിരിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ മലേഷ്യയിൽ പോകുന്ന തുങ്കുറോങ് വഴിയാണ്. തുങ്കുറോങ് വഴി പോകുമ്പോഴത്തേക്ക് അവിടെ മലേഷ്യയിൽ ഇറങ്ങാനും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട്. അവിടെ പോയിട്ടാണ് ഇയാൾ മലേഷ്യ പോകുന്നത് പറഞ്ഞിട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു, ഇയാള് ഞാൻ കണ്ട പാസ്പോർട്ടിലുള്ള ആള് തന്നെയാണ്. കാര്യം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഒരാളുടെ കയ്യിലിരിക്കണമെങ്കിൽ അയാളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അയാളുടെ പാസ്പോർട്ട് മറ്റൊരാളുടെ കയ്യിലിരിക്കില്ല, അയാളുടെ കയ്യിലിരിക്കും. അപ്പൊ ഇയാൾ ഒരു രേഖയില്ലാതാണ് മലേഷ്യയിൽ താമസിച്ചിരുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ രണ്ടാമത് ഒരു 2019 ഇഷ്യൂ ചെയ്ത ഒരു പാസ്പോർട്ട് കോപ്പി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അയാളൊരു കമ്പനിയിൽ കൊടുത്തതാണ്, ഇയാളുടെ പാസ്പോർട്ടായിട്ട് കൊടുത്തതാണ്. ആ കൊടുത്ത കോപ്പിയാണ് ഞങ്ങൾ എടുത്തിട്ട് SKN തന്നിരുന്നത്. അപ്പൊ അതില് ഉള്ള പേരും കണ്ടല്ലോ, വേറൊരു പേരിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ജോൺ മേനോനല്ല, സുകുമാരക്കുറുപ്പൊന്നും അല്ല.
ഇത് ഇനി എനിക്ക് തോന്നുന്നത് ഇത്രയും എവിഡൻസ് കൊടുത്ത് അയാളുടെ ഫോൺ നമ്പർ തന്നു, അയാളുടെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ ഇയാൾ പിടിക്കാവുന്നുള്ളത് വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട. ഇയാളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇയാൾ ബന്ധപ്പെടുന്നുണ്ട്. ഇയാൾ ഇവിടുന്ന് ഒരു സമയത്ത്, അത് എന്റെ ഒരു കണക്കൂട്ടലിൽ 96-ലും 2010-നും ഇടയിൽ ഒരു നല്ല ബിസിനസ് ചെയ്ത് നന്നായിട്ട് കാശ് ഉണ്ടാക്കി. ഈ ക്യാഷ് എല്ലാം ഇയാളുടെ മക്കൾക്കും ഭാര്യയ്ക്കും തന്നെയാണ് ട്രാൻസ്ഫർ. പക്ഷെ ആ ശിക്ഷിക്കപ്പെട്ട ഇയാൾ കൊടും ക്രൂരത ചെയ്ത ആ മനുഷ്യന്റെ ഭാര്യയും കുട്ടിയും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അയാൾ അന്വേഷിച്ചിട്ടില്ല. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഈ മനുഷ്യൻ സുകുമാരക്കുറുപ്പാണെന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. ഇയാൾ തുടക്കം മുതൽ ഞാൻ കാണുമ്പോൾ ഇയാൾ നടക്കുന്നത് കാല് ബാക്ക് സൈഡ് ഹീൽ ചെരുപ്പിട്ട് നടക്കുന്നത് പോലെ കാല് പൊക്കി പൊക്കിയാണ് നടക്കുന്നത്. ഇയാളെ ദൂരം നിന്ന് കണ്ടാൽ വലിയ ഹൈറ്റ് ഉള്ള കണക്ക് വലിയൊരു അജാന ബാഹു കണക്ക് തോന്നും. പക്ഷെ ഇയാൾക്ക് 5'4" ഹൈറ്റ് ഉണ്ടെന്നുള്ള പിന്നെ അതിനുശേഷം ഞങ്ങൾ മെഷർ ചെയ്ത് ഞങ്ങൾ ആ പൊക്കം അളക്കും. ഈ പാസ്പോർട്ടിൽ 5'4" ഉള്ളതുകൊണ്ട് പൊക്കം അളക്കാൻ വേണ്ടി ഞങ്ങളത് മെഷർ ചെയ്തു 5'4" കൺഫേം ചെയ്തു. ഇയാൾ ഒരു വ്യത്യാസവും ഒരു സർജറി നടത്തിയിട്ടില്ല. അയാളെ പഴയ സുകുമാരക്കുറുപ്പിന്റെ ആ നമ്മുടെ പാസ്പോർട്ടിൽ ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോ തന്നെയാണ് അയാളുടെ ഉള്ളത്. അപ്പൊ അയാളെ കാണുമ്പോഴുള്ളത് അയാൾ മാറ്റം വരുത്തിയിട്ടുള്ളത് ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ ക്ലീൻ ഷേവ്, കാല് പൊക്കിയുള്ള നടത്തം, ഈ ഹൈറ്റ്, ഇതൊന്നുമല്ല ഇതിനകത്തൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള സാധനം. പാസ്പോർട്ട്, അവിടെയാണ് ചോദ്യം വരുന്നത്. സുകുമാരക്കുറുപ്പ് എന്ന് എഴുതിയ പാസ്പോർട്ട് ഏത് വർഷത്തിലാണ് ഇയാൾ കണ്ടത്? അത് ഏത് വർഷത്തിൽ എക്സ്പയർ ആവുന്ന പാസ്പോർട്ടാണ്? അത് കഴിഞ്ഞതിന് ശേഷം ജോൺ മേനോൻ എന്നുള്ള പേര് ഇയാൾ സ്വീകരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ ജോൺ മേനോൻ എന്ന് പറഞ്ഞ പേരിൽ അവിടെ ബ്രൂണയിലുള്ള ഈ വ്യക്തി വേറൊരു കമ്പനിക്ക് ഇയാളുടെ പാസ്പോർട്ട് കൊടുത്ത സമയത്ത് ആ പാസ്പോർട്ടിനകത്തുള്ള പേര് ഇപ്പം ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാ ചാനൽസും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് തൃശ്ശൂർക്കാരനായിട്ടുള്ള ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി ആണ്, അല്ലാതെ സുകുമാരക്കുറുപ്പല്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ ദാമോദര മേനോൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിനകത്ത് ഡേറ്റ് ഓഫ് ഇഷ്യൂ 11/2/2019. ഓക്കെ, അതാണ് കാണുന്നത്. അപ്പം മൂർക്കനാട്ട് ദാമോദര മേനോൻ എന്നുള്ള പേരിലെ പാസ്പോർട്ടും അത് 2019 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24 ന്യൂസ് ബ്രേക്ക് ചെയ്ത ഇപ്പം ഈ വ്യക്തി ഇരുന്ന് പറഞ്ഞ, ഇയാൾ തന്നെ ഫൈൻഡിങ്സിൽ കണ്ടുപിടിച്ച സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒറിജിനൽ പേരുള്ള ജോൺ മേനോൻ എന്ന് ബ്രൂണയിൽ പേര് മാറ്റിയ അതേ വ്യക്തി തന്നെ 2019 വേറൊരു കമ്പനിക്ക് ഈ പറഞ്ഞ ദാമോദര മേനോൻ എന്ന പേരിൽ 2019 ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിലൊരു കണക്ഷൻ ഇല്ലേ? അതിലെവിടെയോ ഒരു കണക്ഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഐഡൻറ്റിറ്റി സ്വാപ്പ്. ഒരു ഐഡൻറ്റിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അയാളുടെ ഐഡൻറ്റിറ്റി മാറ്റുകയാണ്. അത് പാസ്പോർട്ടിലും പേരിലും മാത്രമല്ല, രൂപത്തിലും എല്ലാം കൊണ്ടും an ഐഡൻറ്റിറ്റി സ്വാപ്പ്. അങ്ങനൊരു എലമെൻ്റ് ഓഫ് ഡൗട്ട് ഇതിനകത്ത് ഇല്ലാതെ ഇല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതാണ് സംഗതി. ഓക്കെ, ഇനി നമുക്ക് ഫർദറായിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഇത് മലേഷ്യയിൽ നിന്ന് ഈ വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞ വ്യക്തി 24-നോട് സംസാരിച്ചതാണ്. ഇനി ഇതല്ലാതെ ഇവിടെ നാട്ടിൽ കേരളത്തിൽ ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഇത് 24 ബ്രേക്ക് ചെയ്ത വ്യക്തി സുകുമാരക്കുറുപ്പല്ല, ജോൺ മേനോനല്ല, അത് ദാമോദര മേനോനാണ് എന്ന് പറയുന്ന വീട്ടുകാരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഈ ചിത്രം താങ്കളുടെ സഹോദരൻ്റെയാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ടി വിയിൽ വരുന്നതും പത്രങ്ങളിൽ വരുന്ന ചിത്രമാണ്. ഇത് താങ്കളുടെ സഹോദരനാണ്. ഈ സഹോദരൻ എത്ര വർഷം മുമ്പാണ് ഇവിടെ പോയത്? 30 വർഷം കഴിഞ്ഞു. 30 കഴിഞ്ഞു. ഇദ്ദേഹത്തെ നിങ്ങളെ വീട് എവിടെയായിരുന്നു? ശരിക്കും ഇവിടെ തന്നെ? ഞങ്ങൾ വിരുപ്പാക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 ആള്. 3 പേര്. ആരൊക്കെ? ഒന്ന് ദാമോദരൻ, ഒന്ന് ഞാൻ, ഒന്ന് എൻ്റെ പെങ്ങൾ പുറത്ത് പോയിക്കുക, സരളാദേവി. ഇത് മരുമകളാണ്. ഇപ്പം കണ്ടാലും മരുമകനാണ്. എത്ര നാള് മുൻപാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്? അത് 30 വർഷം മുമ്പ്. എന്താണ് പഠിച്ചിരുന്നത്? എവിടെയൊക്കെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത്? ഇവിടെ കേരളത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രെയിനിങ് ഇരിക്കുമ്പോൾ പഠിച്ചു. പൂനെയിൽ താമസിക്കുമ്പോൾ പഠിച്ചു. പൂനെയിൽ പിമ്പിളിയിലാണ്. എന്നിട്ട് അവിടുന്ന് റിട്ടയർഡായി പോകുമ്പോൾ അവിടുന്ന് പൈസ കിട്ടിയത് തന്നു. 30 അതുകൊണ്ട് അത്യാവശ്യം മരാമത്തൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പറക്കൽ വളർന്നു. രഘുനന്ദുണ്ട് ഇവിടെ. അങ്ങനെ നിങ്ങളായിട്ട് അവസാനം ബന്ധപ്പെട്ടത് എപ്പോഴാണ്? 30 വർഷമായി ഇവിടെ വന്നിട്ട്. പിന്നെ ഇടയ്ക്ക് ഫോണിലാണ് വിളിക്കാറുള്ളത്? ഫോണിലാണ് വിളിക്കാറുള്ളൂ. ഫോണിൽ വിളിച്ചിട്ട് എത്ര നാളായി? ഫോണിൽ വിളിച്ചിട്ട് കുറച്ച് നാളായി ഞാനായിട്ട്. ഇപ്പോൾ അടുത്ത് വിളിച്ച് മരുമകനാണ്.
അപ്പോൾ വിളിച്ച് സംസാരിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന അതിന് ശേഷം ഏതെങ്കിലും ഫോട്ടോയോ നേരിട്ട് അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്നൊരു ഫോട്ടോ, അത് കട്ടിൽ പിടിച്ച് നിൽക്കണം ഭാഗമാണ് ഉണ്ടത്. അത് മരുമകനാണ് ഗോപി. അത് എത്ര നാൾ മുമ്പത്തെയാണ്? 1 മാസമായിട്ടുള്ളൂ. 1 മാസം മുൻപത്തെയാണ്. ഇപ്പം എത്ര വയസ്സുണ്ടാവും അദ്ദേഹത്തിന്? ഒരു 80 വയസ്സായിട്ടുണ്ടാവും. 80. അങ്ങേര് ആദ്യം എവിടേക്ക് പോയി? എങ്ങനെയാണ് മലേഷ്യയിലും ബ്രൂണോയിലേക്ക് എത്തിപ്പെട്ടത്? അവിടെ എത്തിപ്പെട്ട് ഇങ്ങോരെ സ്വന്തം കഴിവാണ്. എന്താണ് ആള് വർക്ക്? അങ്ങോട്ട് ടെലക്കോലായിരുന്നു. ടെലക്കോയിൽ JE പ്രൊമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടുന്ന്. എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു ടെലക്കോൽ. ഞാൻ അവിടെ ഇറങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് ഇവിടെ ഞാൻ 6 മാസം ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോരെ ഇവിടെ JE ആക്കാൻ നിശ്ചയിച്ചു. ആര്? കമ്പനി. ഈ അങ്ങോട്ട് പാരീസിലൊക്കെ പോയി. അപ്പോൾ അങ്ങോരെ വേണ്ട വെച്ചു. എന്നിട്ട് അങ്ങോരെ ഇഷ്ടപ്രകാരം മലേഷ്യക്ക് കിടന്നു. അപ്പം അന്ന് ചെന്ന സമയത്ത് നമ്മുടെ അമ്മാവൻ മരിച്ച അമ്മാവൻ വിലാസൻ എവിടെയുണ്ട്, അങ്ങോരും ഇവിടെ ഉണ്ട്. ഒക്കെ ഇപ്പോൾ നല്ല കാലം കൊണ്ട് അങ്ങോർക്കവിടെ രക്ഷപ്പെടാൻ സാധിച്ചു. പിന്നെ സ്വന്തം കഴിവ്, പിന്നെ MI പാസ്സായിട്ടുണ്ട്. ഈ ഫോട്ടോ, ഈ പ്രചരിക്കുന്ന ഫോട്ടോ അത് താങ്കളുടെ പാസ്പോർട്ടിലുള്ള പേരും താങ്കളുടെ സഹോദരൻ്റെതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുകുമാരക്കുറുപ്പിൻ്റെതല്ല. അവിടെ ഒരു ഫോട്ടോ, പഴയ ഫോട്ടോ അകത്തിരിക്കുന്നുണ്ട്. വെച്ച് തന്നു പോയതാ. ഒരു തൃശ്ശൂർ വിട്ടെടുത്തു. ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഫോട്ടോ വെച്ച് തന്നു. സുകുമാരക്കുറുപ്പൊന്നുമില്ല. ഏതായാലും എനിക്ക് സത്യം, ഞാൻ ഇവിടുന്ന് മച്ചാട് മാമാങ്കം കഴിഞ്ഞിട്ട് രാത്രി പോവാണ്. കുറച്ചാടെ പോകുമ്പോൾ എൻ്റെ ഭാര്യ വീട് മുന്നൂർക്കരയാണ്. അപ്പോൾ പള്ളിയുടെ അവിടേക്ക് എത്തിയപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ ഞാൻ പക്കം മാറുന്നു. അപ്പോൾ ആളതിൻ്റെ ഇരുന്ന് ചവിട്ടടാന്ന് പറഞ്ഞു. കരുണാകരൻ. അങ്ങനെ ബന്ധമുള്ള ആളുകളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ കരുണാകരനെ ഏതോ കാലഘട്ടത്തിൽ കണ്ട കഥയൊക്കെ മുമ്പ് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ ദിസ് പേഴ്സൺ ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഈ വ്യക്തി ബ്രദറാന്നാണ് പറയുന്നത്. 30 വർഷമായിട്ട് ഈ ദാമോദര മേനോൻ എന്ന് പറഞ്ഞ് ഈ ഫോട്ടോയിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന സ്വന്തം ബ്രദറിനെ 30 വർഷമായിട്ട് ഈ വ്യക്തി കണ്ടിട്ടില്ല. ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ മരുമക്കളോ ആരെങ്കിലും പേരക്കുട്ടികളോ ആരും ഈ പറഞ്ഞ ദാമോദര മേനോനെ കാണാൻ വഴിയില്ല. ഇനി ഇവിടെയാണ് എൻ്റെ സംശയങ്ങൾ. ദാമോദര മേനോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് തന്നെ വെച്ചോ. അയാൾ മലേഷ്യയിൽ നിന്ന് ബ്രൂണോയിലെത്തി. അയാളുടെ കഥ ഈ ബ്രദർ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് പോയി മലേഷ്യയിൽ നിന്ന് അയാൾ ബ്രൂണയിലെത്തി. ബ്രൂണയിൽ അയാൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സും കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 30 വർഷമായിട്ട് ബ്രൂണയിലുള്ള ഒരാളാണ് ഈ ദാമോദര മേനോൻ എന്ന് നിങ്ങൾ വിചാരിക്കും. ദ റിയൽ ദാമോദര മേനോൻ, ഇവരുടെ ബ്രദർ. ആ ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വയ്യായികയോ അല്ലെങ്കിൽ അയാൾക്ക് നാട്ടിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോ ഒക്കെ ആയിട്ട് അയാളൊരു കിടപ്പിലുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ അത്രയും വയ്യായികയുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ വേറൊരാളുടെ ഷെയ്ഡിൽ അല്ലെങ്കിൽ വേറൊരാളുടെ തടങ്കലിലാണ് കുറേ കാലം 10-20 വർഷമായിട്ട് കിടപ്പാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റിയിൽ വേറൊരാൾക്ക് നടന്നുകൂടെ? മനസ്സിലായി? ദാമോദര മേനോൻ്റെ ഐഡൻറ്റിറ്റിയിൽ വേറൊരാൾക്ക് നടന്നുകൂടെ? നാട്ടിലാരും ദാമോദര മേനോനെ കണ്ടിട്ടില്ല. ഈ കാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ഇവർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാസ്പോർട്ടിലെ ഫോട്ടോവും ഈ ഫോട്ടോ ആയിട്ടാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. ശരിയാണ്, പാസ്പോർട്ടിലെ ഫോട്ടോ ഈ ഫോട്ടോ ഒന്നായിരിക്കാം. അതാണ് ദാമോദര മേനോൻ എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലാതെ 2023-ലോ 2015-ലോ 2016-ലോ ദാമോദര മേനോൻ ഈ നാട്ടിലാരും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഈ പാസ്പോർട്ടിലെ ഫോട്ടോ മാത്രമാണ് 2019 ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടിലെ ഫോട്ടോ ആണ് ഇവർക്ക് ദാമോദര മേനോൻ. അത് കഴിഞ്ഞിട്ട് അവർ കാണുന്നത് ഇപ്പോൾ വയ്യാതിരിക്കുന്ന ദാമോദര മേനോനെയാണ്. 2023-ല് നേരത്തെ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് 24 ബ്രേക്ക് ചെയ്ത 3 പതിറ്റാണ്ടായിട്ട് സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന സുകുമാരക്കുറുപ്പിൻ്റെ തന്നെ സുഹൃത്തായി ഒപ്പം കൂടിയ ചങ്ങാതി 2023-ൽ എടുത്ത ഫോട്ടോയിൽ ഇയാൾക്ക് ഇത്ര വയ്യായികല്ല. മനസ്സിലായി? ഇയാൾക്ക് ഇത്ര വയ്യായികല്ല. 2023-ൽ ഇയാൾ പയറ് പോലെ നിൽക്കുന്നത് ആ ഫോട്ടോ നമ്മൾ കണ്ടത്. പക്ഷെ 2026 3 വർഷം ഇപ്പുറം വന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ പറ്റില്ലാതായി. ഓക്കെ, ഇയാൾ തീർന്നു പോയ അവസ്ഥയിൽ ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണണം. ഇതാണ് ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി. അതായത് ആ പാസ്പോർട്ടിലുള്ള പേരും ആ പാസ്പോർട്ടിന് ഉടമയും എന്ന് ഈ പറഞ്ഞ നാട്ടിലെ ആൾക്കാർ പറയുന്നു. ഇത് ദാമോദര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വീഡിയോ ആണിത്. நீங்கள் எதுக்கு த்ரோட் பெயின் இருக்குன்னு சொல்லிட்டீங்க? பெயின் எதுக்கு இருக்கு? இப்போ இருக்கா? இப்போ இருக்கா பெயின்? அந்த பெயின் இல்லை, இந்த பெயின். சாப்பாடு முடியுமா? இப்போ இல்லை. வாட் ஈட் நவ்?
நீங்கள் என்ன சாப்பிட்றீங்க இன்னைக்கு? என்ன வேணும் சொல்லுங்கள். பிரெட் ஓகே, பிரெட் ஓகே, பிரெட்டு மில்க் ஓகே, மில்க் பிரெட் ஓகே. ஓகே. இப்போ நீங்கள் കാപ്പി കുടിച്ചാச்சு தானே? തൊണ്ട ക്ലിയർ പണത്. ദാമോദരമേനോൻ എന്ന് പറഞ്ഞ് നാട്ടിലെ ആൾക്കാരെ ഈ റീസെൻ്റ്ലി അവിടുത്തെ ആൾക്കാർ വിളിച്ച് സംസാരിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തി ഈ തമിഴ് പറയുന്ന ആളാണ്. നോർക്ക് ഇടപെട്ട് ഈ വ്യക്തിയെ ആരോഗ്യനില മോശമാണെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ന്യൂസുകാർ പുറത്തു വിടുന്നുണ്ട്. 24 ന്യൂസ് കയറി ചെന്നത് ഒരു തമിഴ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു പക്ഷേ ഞാൻ പറയുകയാണ്, ദാമോദരമേനോൻ അവിടെ ഉണ്ട്. അത് ഈ കാണുന്ന വ്യക്തിയായിരിക്കും. ഈ വയ്യായിക പിടിച്ച മനുഷ്യൻ, തമിഴ് പറയുന്ന ഈ മനുഷ്യൻ ദാമോദരമേനോൻ 10-30 വർഷം മുമ്പ് അവിടെ മലേഷ്യയിൽ നിന്ന് ബ്രൂണയിലെത്തി നാട്ടിൽ നിന്ന് പോയ ദാമോദരമേനോൻ അവിടെ ഉണ്ട്. ഈ ദാമോദരമേനോൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് അതേ ബ്രൂണയിൽ, അതേ രാജ്യത്ത് ഇതേ സുകുമാരക്കുറുപ്പ് പല പേരുകളിൽ മാറുമ്പോൾ ഒരു പേര് ഈ പറഞ്ഞ ദാമോദരമേനോൻ്റെ ഇട്ട് വെച്ചതാണെങ്കിലോ എടുത്തതാണെങ്കിലോ 2019 ഈ പറഞ്ഞ ദാമോദരമേനോൻ്റെ പേരിലുള്ള പാസ്പോർട്ട് സുകുമാരക്കുറുപ്പാണെന്ന് പറയപ്പെടുന്ന വ്യക്തി ജോൺ മാനോനായി അവിടുന്ന് അടുത്ത പരകായ പ്രവേശമാണ് ദാമോദരമേനോൻ എന്നുണ്ടെങ്കിലോ ഈ പാസ്പോർട്ട് അവിടെ കൊടുത്തല്ലോ ഇയാൾ വേറൊരു കമ്പനിയിൽ. അതാണല്ലോ മറ്റേ ഫ്രണ്ടിന് കിട്ടിയത്. അങ്ങനെയാണ് ഈ സുകുമാരക്കുറുപ്പിൽ നിന്ന് ജോൺ മാനോനിലെത്തി ആ സുകുമാരക്കുറുപ്പിൻ്റെ പാസ്പോർട്ടിന് പകരം ഇപ്പുറത്ത് ഇയാളൊരു കമ്പനിക്ക് കൊടുത്തപ്പോൾ അത് ദാമോദരമേനോൻ്റെ പാസ്പോർട്ടായി എന്ന് അയാൾ പറയപ്പെടുന്നത്. എന്താ പറയുക, ഒരു കണ്ണിങ് ക്രിമിനൽ, ഷൂഡ് ക്രിമിനൽ, ബോൺ ക്രിമിനൽ, ഒരു ക്രിമിനലിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്രിമിനലായിട്ടാണ് നമുക്ക് സുകുമാരക്കുറുപ്പിനെ അയാളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും അയാൾ ചെയ്ത ക്രൈമിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കേരളത്തിലെ എല്ലാ പോലീസുകാരെയും ഈ 10-40 വർഷമായി നട്ടം തിരിച്ചൊരുത്താൻ, ഇന്റർപോളിനെ വെട്ടിച്ചൊരുത്താൻ ആ ഒരാൾക്ക് വേറൊരാളുടെ ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്യാൻ ഇത്ര പാടുണ്ടോ? പാടായിരിക്കുമോ? അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ശരിക്കും ഇതിൽ പോലീസുകാർ മിസ് ചെയ്തൊരു ലിങ്ക് എന്താ അറിയോ? സുകുമാരക്കുറുപ്പിൻ്റെ ഫാമിലിയെ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഇന്നും എൻ്റെ സംശയം ഞാൻ പറയാം, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് ഇവരുടെ ഫാമിലിയെ ഇൻട്രഗേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഫാമിലിയെ ട്രേസ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെയാണ് ഫാമിലിയായിട്ട് കണക്റ്റഡ് ആണോ, ഫാമിലിയിലേക്ക് ഇങ്ങനെ പൈസ വരുന്നു, ഫാമിലി വെൽ ഓഫ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ പോയി നോക്കാത്തത്. ഒരു പക്ഷേ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും ഇയാളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടായിരിക്കാം എന്നുള്ളൊരു നിഗമനം കൂടി നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകളില്ല, മരിച്ചോ എന്ന് ചോദിച്ചാലും തെളിവുകളില്ല. എല്ലാം അസംഷൻസാണ്, ഊഹാപോഹങ്ങളാണ്. ഓക്കെ, ഇതിനെല്ലാം തെളിവ് വരുന്നപ്പോഴാണ് മരിച്ചാൽ അതിനുള്ള ഡീറ്റെയിൽ എവിഡൻസ് കിട്ടണം, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽഡ് എവിഡൻസ് കിട്ടണം. കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റീനെ നമുക്ക് ഒരിക്കലും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഇനി 100 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ ഇയാൾ ബോഡി ക്ലോൺ ചെയ്ത് മാറി വേറെ അല്ലെങ്കിൽ ഒരു റോബോട്ടായി മാറി എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടിയിരിക്കും. ഇതൊരു മറ്റേ കഥ പോലെ പോവാണ് ഇപ്പോൾ. ഓക്കെ, ഒരു 80 വയസ്സായതോടെ ഇപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി നിൽക്കണേ ഈ കഥ. ഒരു 10-20 കൊല്ലം കൂടി 100 ആയല്ലോ, പോയല്ലോ ആൾ എന്നുള്ള രീതിക്കായിരിക്കും. അപ്പം എവിടെ നിന്ന് മരിച്ചു, ആ മരണം കണ്ടവരുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും അന്നത്തെ ചോദ്യം. സോ ജനറേഷൻസ് പാസ് ചെയ്തിട്ടും ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പ് എന്നുള്ള ഒരു സാധനം സ്റ്റിൽ ഇപ്പോഴും ഒരു സിനിമാ കഥ എഴുതാൻ വാല്യൂ ഉള്ള ഒരു ഐറ്റമായിട്ട് നിലനിൽക്കുകയാണ്. ഓൾറെഡി ഒരു സിനിമ വന്നു പോയി ദുൽഖറിൻ്റെ, മേ ബി ഇതിൻ്റെ ലൈനിൽ ഒരു പടം, ചിലപ്പോൾ ദുൽഖറിൻ്റെ തന്നെ കുറുപ്പ് പാർട്ട് 2 ഉണ്ട്. ആ സാധനം നിർത്തിയിട്ടുണ്ടല്ലോ, ആ സാധനം ഇനി ടേക്ക് ഓൺ ചെയ്ത് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ലെറ്റ്സ് സീ. എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എവിഡൻസ് വേണം, മരിച്ചാലും അതിന് എവിഡൻസ് വേണം. അല്ലാതെ ചുമ്മാ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഈ ഫോട്ടോ ആ ഫോട്ടോ ഒന്നും അതല്ല സംഗതി.